ഗൈസ്, ഇന്ന് അവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറിക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 4 സവാളയാണ്. നമ്മൾ അറിയാൻ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ശരി. 2 തക്കാളി, 1.5 കിലോ ഇറച്ചി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സവാള വേകാനായിട്ട്. നമ്മൾ കിണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് ഇപ്പം ഇത് വേകട്ടെ. അപ്പം അത് വെന്ത് വന്നപ്പോഴത്തേക്ക് ഹൗസ് ചെയ്യണേ. അത് വെന്ത് വന്നിട്ടുണ്ടാണോ? പശങ്ങല്ലോട്ട് 2 മിക്സായിട്ട് ഇനി നമുക്ക് പഴുക്കത്തെ തക്കാളി ഇട്ടാൽ ഇവിടെ നമുക്ക് പഴുക്കത്തെ തക്കാളി നമ്മൾ 2 തക്കാളി എടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഴുക്കത്തെ തക്കാളി ഇട്ടാൽ മതി. ഇതും നല്ല വഴണ്ട് വരുന്ന വരെ നിറച്ച് വെക്കണം. അതും വെന്ത് വരാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ടാകും. അരി പിടിച്ചതൊന്നുമല്ല, നടുക്കോട്ട് വെച്ചാൽ പെട്ടെന്ന് വേവുള്ളൂ. അത് കഴിഞ്ഞ പോലെ കട്ടയൊക്കെ എങ്ങനെയാണ് കിട്ടുള്ളൂ. എന്താവും നിൽക്കുന്ന അറിഞ്ഞൂടാ. അപ്പം അപ്പല്ല തക്കാളി നല്ലപോലെ പഴുത്ത പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇല്ല. 1.5 കിലോ ചിക്കൻ അടുത്തൊക്കെ എനിക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ എല്ലാവരെയും ചിക്കൻ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതും വെന്ത് വരണം. ഇത് ചിക്കൻ നല്ലതുപോലെ, ഇതിലധികം ഇല്ലൊന്നുമില്ല, നല്ല ചിക്കനാണെന്ന് തോന്നുന്നു. ഇതൊന്നുമില്ല എന്നല്ല പറയുന്നത്. ചെല്ലുകളൊക്കെ കണ്ടാലേ ഇത് ടേസ്റ്റ് ഉള്ളൂ. കുഴപ്പമില്ല. അത് 2 പീസ് കൂടി ഒന്നും കൂടി ഇളക്കി പോകാം. ഇനി സൗണ്ടൊക്കെ ഭയങ്കര കുറവായിരിക്കും ചിട്ടി ഇട്ടുകൊണ്ട്. എല്ലാം കൂടി നല്ല മിക്സായി വരണം. നല്ലൊരു പാകമായി വരും. നമുക്ക് വെള്ളം എടുത്തിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പിടാം. ഓക്കെ, രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യാം.
ഓക്കെ, തക്കാളി ചേർക്കുന്നുണ്ട്. എല്ലാ കറിയും തൊട്ട് ചിക്കൻ കറി വളരെ ഈസിയാണ്, പക്ഷേ അത്രയൊന്നുമില്ല. നമുക്ക് അടച്ച് നല്ലതുപോലെ വെന്ത് ക്യൂട്ടായിട്ട് വരണം. നമുക്ക് ചിക്കൻ നന്നായിട്ട് പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ടാകും നോക്കണം. കൂടെ പിടിച്ച് എല്ലാം പനി പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടാം. ഇത് ഞാൻ ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് അങ്ങനെ ഇട്ടാൽ കുഴപ്പമില്ല. എടുത്തു വയ്ക്കത്തിൽ പാടായി. ഇനി ഇങ്ങനെ ഇട്ടാൽ മതി. മുളക് പൊടി ഈ പൊടികളൊക്കെ നല്ല മിക്സായി വരും. ആവി വരുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കുറച്ചും കൂടിയുള്ള തക്കാളി ഇട്ടോട്ടാം.